ഹായ് ഗൈസ്. അപ്പം ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേഷനായിട്ടാണ്. അപ്പം നമ്മുടെ ഈ ചാനൽ ഒരു സ്ട്രൈക്ക് കിട്ടിയതായിരുന്നു ഒരു 10 ദിവസം മുമ്പ്. അപ്പം ഞാൻ എന്തെടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞു നിൻ്റെ ലൈവൊന്നും കാണാൻ പറ്റുന്നില്ല, നീ സബ് മേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും റിസ്ക് എടുത്ത് ഈ ചാനൽ വീണ്ടും ലൈക്ക് എടുക്കാൻ തുടങ്ങി, മീൻസ് ലൈവ് ഇടാൻ തുടങ്ങി. അവസാനം എനിക്കിപ്പോൾ വേണ്ട വീണ്ടും സ്ട്രൈക്ക് കിട്ടി. ഇനി ഒരു റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, എടുത്താൽ എൻ്റെ ചാനൽ മൊത്തത്തിലായിട്ട് അടിച്ചു പോകും. 6,000 സബുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാതെ ഓൾറെഡി 2 ചാനൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചാനലിൽ ഞാൻ ലൈവ് ഇടാം. അത് ചിലപ്പോൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാം. ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് ലൈവിനകത്തൊക്കെ അതിൻ്റെ താഴെ. പിന്നെ വാട്സപ്പ് ചാനലിൻ്റെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അത് കയറി സബ് ചെയ്താൽ മാത്രം മതി. ഏതെങ്കിലും ചാനൽ എപ്പോഴാണ് ലൈവ് വന്നിരിക്കും ഞാൻ. നിങ്ങൾ ടെൻഷൻ അടിക്കില്ല. ബെല്ലൈക്കണും കാര്യങ്ങളും അടിച്ചാൽ അത് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഞാൻ രാത്രി 3-3:30 വരെ ഇരിക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഒരാഴ്ചത്തേക്ക് ഇതിനകത്ത് ലൈവ് ഇടാൻ പറ്റത്തില്ല. അത് അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കും. ഒരാഴ്ച എനിക്ക് നല്ല പണിഷ്മെൻറ്റാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളോട് പറയാനുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഈ സീക്രട്ട് ഏജൻറ്റ് പോലുള്ള വീഡിയോസൊക്കെ ചെയ്യാനാണ് കൂടുതലും താല്പര്യം. അത് ചെയ്തുകൊണ്ടിരിക്കുക. നേരത്തെ റീച്ച് ആവാൻ വേണ്ടി സത്യത്തിൽ ഞാൻ ബിഗ് ബോസിൻ്റെ ഇത് ഇടാൻ തുടങ്ങിയത്. ചിലവർ ബിഗ് ബോസ് മാത്രം പ്രതീക്ഷിച്ച് വന്നിട്ട് ചിലവർ അൺസബ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ പറയുക, ഞാൻ ഇപ്പോഴും പറയുന്നത് വെച്ചാൽ ഇതാണ് എൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഇതൊക്കെ തന്നെ. ഇനി അങ്ങോട്ടും എനിക്ക് ചാനൽ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയണ്ടേ, അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്താ പറയുക, ഇപ്പം ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നത് നിങ്ങൾ ചെയ്താൽ മതി. ആ ചാനലൊന്നും എൻ്റെ ഒന്നും അല്ല, ചാനലും കാര്യങ്ങളൊക്കെ. ആ ചാനൽ വല്ലവരുടെയും ചാനൽ ഞാൻ മേടിച്ച് എൻ്റെ പേര് എഴുതി വെച്ചെന്നേ ഉള്ളൂ. എൻ്റെ ചാനലെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്നതാണ് എൻ്റെ ചാനൽ. പിന്നെ കുറച്ച് ആൾക്കാരുടെ സംശയമുണ്ട്, നീ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ മോണിറ്റൈസേഷൻ ഇനി 90 ദിവസം കഴിഞ്ഞിട്ടേ ഇനി അത് ചെയ്യാൻ പറ്റൂ. അപ്ലൈ പോലും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിപ്പോയി. റീയൂസ്ഡ് കണ്ടൻറ്റ് അങ്ങനെ കുറേ ഇതൊക്കെ ആയിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ബാക്കി 2 ചാനലും വല്ലവൻ്റെ ചാനലാണ്. അതിനകത്ത് മെയിലി നിക്കി വ്ളോഗും എന്നൊക്കെയാണ് കിടക്കുന്നത്. അപ്പം നിങ്ങൾ ജൈവ് ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റ് ഇട്ട് വെറുതെ എതിരാകുന്ന വാക്കുകളാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എപ്പോൾ ലൈവ് ഇട്ടാലും കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ കൊടുത്തിരിക്കും ഈ ചാനലിൻ്റെ. അപ്പോൾ ഈ ചാനൽ അൺസബ് ചെയ്യാതിരിക്കുക. അത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എല്ലാം പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇതുപോലെ ഞാൻ ശരിക്കും റിസ്ക് എടുക്കുന്നുണ്ട്. ഉറക്കമില്ല. എനിക്കൊരു ദിവസം 3 മണിക്കൂറോളം ഉറങ്ങി. ഇന്ന് ഞാൻ ലേറ്റായിട്ട് എണീച്ചു, ഒരു 12 മണിയായപ്പോഴാണ്. ഓക്കെ, കൂടുതൽ വെറുപ്പിക്കുന്നില്ല. അപ്പം കമൻറ്റ് ബോക്സിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ. വാട്സപ്പ് ചാനൽ, അപ്പോൾ അതിനകത്ത് കറക്റ്റ് ലിങ്ക് ഇട്ട് തരുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ബൈ. ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ വീഡിയോസ് ഇടാൻ പറ്റും കേട്ടോ. വീഡിയോസ് ഇടാൻ പറ്റുമെന്നാൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് വീഡിയോസൊക്കെ ഇടും ഞാൻ. പിന്നെ ലൈവ് വരാൻ പറ്റത്തില്ല. ഒരാഴ്ച വീണ്ടും പണിയായി. വേറെ റിസ്ക് എടുത്താൽ എൻ്റെ കഷ്ടപ്പാട് 1-2-3-4 മാസം കൊണ്ട്, ഞാൻ 5 മാസം കൊണ്ടുള്ള കഷ്ടപ്പാടാണ്. അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഗൈസ്. അപ്പം വളരെ ഇതുണ്ട് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങൾക്കും. ഞാൻ പോയിട്ട് വരാം. ഞാൻ എന്തായാലും താഴത്തെ ഇത് നോക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.